ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ ഇറാൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? ഇറാന്റെ സൈനിക അധികാരികളെയും ഇറാന്റെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെയും ഇറാൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയോ? അതിനുള്ള കാരണം എന്താണ്? ഇറാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുവെന്ന് ഇതിനെക്കുറിച്ച് തിരയുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഹമാസിന്റെ നേതാവ് ഇറാനുള്ളിൽ വെച്ച്, അതും ഇറാന്റെ തലസ്ഥാനം ടെഹ്റാൻ അടുത്ത് വെച്ച് തന്നെ ഒരു അസാസിനേഷൻ ചെയ്യപ്പെടുന്നു. ആദ്യം ഏരിയൽ പ്രൊജക്ടൈൽ വഴി, ആകാശത്തിൽ നിന്ന് വന്നു വീണ ഒരു വസ്തു വഴിയാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എന്ന് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ടെഹ്റാൻ ഒരു കാര്യം സമ്മതിച്ചു, ഇറാനും സമ്മതിച്ചിട്ടുണ്ട്. റിമോട്ട് കൺട്രോൾഡ് ഡിവൈസ് വഴിയാണ് ഇത് സംഭവിച്ചത് എന്ന്. തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ഡിവൈസ് ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ എടുത്തത് എന്ന്. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ സെക്യൂരിറ്റിയിൽ ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. ഇറാനുള്ളിലെ ആരോ മൊസാദിനെ സഹായിച്ചിട്ടുണ്ടാകും എന്ന രീതിയിൽ ഒരുപാട് പേരെ ഇപ്പോൾ ഇറാൻ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, സിറിയയിൽ നിന്നും ലബനിലേക്ക് ആയുധങ്ങൾ കൊണ്ടുവന്ന പല ട്രക്സിനെ ഇസ്രായേൽ അവരുടെ എയർ സ്ട്രൈക്ക് വഴി മുഴുവനായും നശിപ്പിച്ചു. ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട പൊസിഷൻസ്, എവിടെയെല്ലാമാണോ അവരുടെ സ്റ്റോറേജ് ഗോഡൌൺസ് ഉള്ളത്, എവിടെയെല്ലാമാണ് ഹിസ്ബുള്ള കൂടുതൽ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്, ഇവയെല്ലാം ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ തുടങ്ങി. മാത്രമല്ല, സിറിയയിലും ചില സ്ട്രൈക്സ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ അവരുടെ പദ്ധതി വളരെ വ്യക്തമായി തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ഇറാന്റെ മറുപടി എന്തായിരിക്കും? ഇപ്പോൾ ഈ രണ്ട് നാടുകളുടെയും അവസ്ഥ എന്താണ്? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഇറാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്നത് കുഴപ്പങ്ങൾ അധികമാക്കിയിട്ടുണ്ട്. കാരണം ലോകത്തിലെ എല്ലാവർക്കും അറിയാം ഇതാരാണ് ചെയ്തത്, ഇതിന് പുറകിൽ തീർച്ചയായും മൊസാദ് തന്നെ ആയിരിക്കുമെന്ന്. ഇതിനിടയിൽ ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തി ഇത് ചെയ്തു എന്നത് തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ഒരാളില്ല എന്ന്. പക്ഷെ അവിടെയും പല ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടായിക്കൂടെ എന്നൊക്കെ. ഇതിന് ഉദാഹരണമായി ഞാനൊരു കാര്യം പറയാം. ഇറാന്റെ പ്രസിഡന്റ് മരിച്ചു ഹെലികോപ്റ്റർ ക്രാഷിൽ. ആ സമയത്ത് ഇറാനിൽ ഒരുപാട് പേർ ഒരു പോസ്റ്റ് വൈറലാക്കി. ഇറാനിലെ പല പത്രമാധ്യമങ്ങളും അത് പുറത്തുവിട്ടു. ഏജന്റ് ഹെലികോപ്റ്റർ എന്ന പേര്, അതായത് ഹെലികോപ്റ്റർ എന്ന പേരുള്ള മൊസാദ് ഏജന്റാണ് ഈ സംഭവത്തിന് പുറകിലെന്ന് ഇസ്രായേലിനെ കുറ്റം വരാൻ തുടങ്ങി. ഈ ഒരു കുറ്റാരോപണം വരാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിലുള്ള ഒരുപാട് ട്വിറ്റർ അക്കൗണ്ട്സ്, ഒരുപാട് സോഷ്യൽ മീഡിയ യൂസേഴ്സ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഇറാനിലെ ഹെലികോപ്റ്റേഴ്സ് പോലും ഏജന്റായി മാറും എന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അവർ അവിടെ ഉദ്ദേശിച്ചത് ഇറാന്റെ ഹെലികോപ്റ്റേഴ്സ് പോലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഒരു മൊസാദ് ജോലി ചെയ്യും, ഒരു മൊസാദ് ഏജന്റ് എന്തൊക്കെ ചെയ്യുമോ അത് ഹെലികോപ്റ്റേഴ്സ് പോലും ചെയ്യും എന്ന രീതിയിലിട്ട ഒരു പോസ്റ്റിനെ ഇറാനിൽ ഉള്ളിലുള്ളവർ തെറ്റിദ്ധരിക്കുകയും, അല്ലെങ്കിൽ ഇറാനിലുള്ളിലെ ചിലർ അതിനെ ഒരു ന്യൂസായി ക്രിയേറ്റ് ചെയ്യണം എന്നതിനു വേണ്ടി ഇസ്രായേലിന്റെ ഏജന്റാണ് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞു. അതായത് അവിടെ ഹെലികോപ്റ്ററിനെ ഹെലികോപ്റ്റർ എന്ന് മാറ്റി. അതുപോലൊരു സംഭവമാണ് ഇവിടെ തുർക്കിയും ചെയ്തത്. എന്നാൽ അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നതിന്റെ യാതൊരു തെളിവും തന്നെ ഇല്ല. മൊസാദിനെ സംബന്ധിച്ച് അവരുടെ ചാരപ്രവർത്തികളോ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ പുറത്ത് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. എങ്കിലും ഓൺലൈനിൽ പടർന്ന ആ ഒരു തിയറിയെയാണ് ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി തുർക്കിയുടെ മീഡിയാസ് പറയാൻ തുടങ്ങിയത്. അതായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇറാനുള്ളിൽ സംഭവിക്കുന്നത്, ഇറാന്റെ പ്രധാനപ്പെട്ട കമാൻഡോസ്, ഹയർ പൊസിഷനിലുള്ള പ്രധാനപ്പെട്ട ഇറാന്റെ ഇന്റലിജൻസ് ഓഫീസറെയും അവർ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള കാരണം തന്നെ ആ റിമോട്ട് കൺട്രോൾഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ആണ്. ഒരു വ്യക്തിക്ക് എങ്ങനെ 2 മാസങ്ങൾക്ക് മുൻപേ അവിടെ കൊണ്ടുവന്ന് ഒരു ഡിവൈസ് വയ്ക്കാൻ സാധിച്ചു? അതുമാത്രമല്ല, ഇത്രത്തോളം സുരക്ഷയുള്ള ഒരു സ്ഥലം, ഇറാന്റെ ഗസ്റ്റ് ഹൗസ്, IRGCയുടെ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ അവിടെ സുരക്ഷാ കുറവ് ഒന്നും തന്നെ കാണാൻ സാധ്യതയില്ല. എങ്ങനെയാണോ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പൊസിഷൻസ്, ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൗസ് എല്ലാം ഹെവിലി പ്രൊട്ടക്റ്റഡ് ആക്കി സൂക്ഷിക്കുന്നത്, അതുപോലെയാണ് ഇറാന്റെ കാര്യവും. ഇതിനും അപ്പുറം എങ്ങനെ ഒരാളെ കൊണ്ടൊരു ഡിവൈസ് അവിടെ കൊണ്ട് വയ്ക്കാൻ സാധിച്ചു? ഈ ഡിവൈസ് അങ്ങനെ അകത്തേക്ക് വന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ 2 പ്രശ്നം വരുന്നുണ്ട്. ഒന്നാമത്തേത്, ഇറാന്റെ സെക്യൂരിറ്റി ഫെയിൽ ആയിട്ടുണ്ടാകണം. അത് സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇറാനുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് മൊസാദിന് വേണ്ടി ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ഇസ്രായേലിന് എന്തെങ്കിലും സഹായം പോയിട്ടുണ്ടോ എന്ന രീതിയിലും ഇറാൻ അവരുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സംഭവം നടന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഡബിൾ ഏജൻസിനെ കുറിച്ച് നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു ചാര സംഘടനയിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റൊരു ചാര സംഘടനയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നതൊക്കെ ഒരു പതിവാണ്. ജർമ്മനി പോലും ഒരു 6 മാസത്തിന് മുൻപ് റഷ്യയിലെ ചില ഏജൻസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് ജർമ്മനിയിലെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ ജോലി ചെയ്യുകയും ജർമ്മനിയുടെ വിവരങ്ങളെല്ലാം
എല്ലാം ശേഖരിക്കുകയും അത് റഷ്യക്ക് കൈമാറുകയും ചെയ്യുന്ന വ്യക്തികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ ഇസ്രായേലിന് സപ്പോർട്ടായിട്ടുള്ള ഏതോ വ്യക്തികൾ ഇറാനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന രീതിയിലും ഇറാൻ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അവസാനം തീർച്ചയായും ഇറാന് വലിയ ഞെട്ടലുകൾ ഉണ്ടാക്കും. ഇത്രയും സുരക്ഷിതമായി നിങ്ങൾ സൂക്ഷിച്ച ഒരു സ്ഥലത്ത് അവിടെ ആരും അറിയാതെ ഒരു എക്സ്പ്ലോസീവ് ഡിവൈസ് കൊണ്ടുപോയി, അതും ആ നേതാവ് താമസിക്കുന്ന ബെഡ്റൂമിൽ വയ്ക്കുക എന്നത് ഒരു സാധാരണ കാര്യമേ അല്ല. നമ്മളെ കൊണ്ടൊക്കെ ഒരു പക്ഷേ സിനിമയിൽ ഇത് കണ്ടു കാണും. ചിലപ്പോൾ നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കാര്യം അതിപ്പോ ഇസ്രായേൽ ചെയ്തിട്ടുണ്ട്. അതും ഇറാനുള്ളിൽ വെച്ച് തന്നെ ചെയ്തു. അതിനാൽ ഇറാൻ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോ ഇസ്രായേൽ ഇതിനെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇറാൻ ഇത്രത്തോളം പ്രശ്നങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലും വെറുതെ ഇരുന്നില്ല. ഇസ്രായേൽ അവരുടെ പ്രധാനപ്പെട്ട മിനിസ്റ്റേഴ്സിനും ക്യാബിനറ്റ് മെമ്പേഴ്സിനും സാറ്റലൈറ്റ് ഫോൺസ് നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. എമർജൻസി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാനുള്ള സാറ്റലൈറ്റ് ഫോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇറാന്റെ ആക്രമണം സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അവിടെ കമ്മ്യൂണിക്കേഷൻ ലോസ് ആവും. അതെല്ലാം ഓവർകം ചെയ്യണം എന്നതിനായി ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ ഇസ്രായേൽ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനേക്കാൾ വലിയൊരു കാര്യവും അവർ ചെയ്തു. സിറിയ, ലബനൻ ഈ ഒരു ബോർഡർ നോക്കിയാൽ സിറിയയിൽ നിന്ന് ഒരുപാട് സഹായം ഇറാൻ ബാക്ക്ഡ് മിലിറ്റന്റ് ഗ്രൂപ്പ്സിന് ആ ഒരു ബോർഡർ വഴിയാണ് വരുന്നത്. പ്രധാനമായും ബെക്ക വാലി എന്ന സ്ഥലം ഇത് ലെബനന്റെ സിറിയ ബോർഡറിനടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കൂടുതൽ ആയുധ കൈമാറ്റം ഹെസ്ബുള്ളയ്ക്ക് നടക്കുന്നത് ഈ ബെക്ക വാലി അടിസ്ഥാനമാക്കിയായിരിക്കും. കാരണം ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഹെസ്ബുള്ളയുടെ ആധിപത്യം അധികമായത്. അതിനാൽ ഈ സ്ഥലം വഴിയാണ് കൂടുതൽ ആയുധ കൈമാറ്റം നടക്കുന്നത് എന്ന് ഇസ്രായേലിനും അറിയാം. ഇപ്പോ എന്തായാലും ഇസ്രായേലിന് എതിരെ ഹെസ്ബുള്ള ഒരു റിവഞ്ച് പദ്ധതി തയ്യാറാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അവർക്ക് കൂടുതൽ ആയുധങ്ങൾ, കൂടുതൽ വെടിമരുന്നുകൾ ആവശ്യമായി വരും. നേരത്തെ അവരുടെ പക്കൽ ഉണ്ട്, എങ്കിലും അവരുടെ റിസോഴ്സ് ഒന്നുകൂടെ റീഫില്ല് ചെയ്യുക, അവരുടെ ഗോഡൌൺസിൽ കൂടുതൽ ആയുധങ്ങൾ വയ്ക്കാനും ഇപ്പോൾ അവർക്ക് കൂടുതൽ സോഴ്സസ് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ സിറിയയിൽ നിന്ന് ഏകദേശം 13 ട്രക്സ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വലിയ വലിയ കണ്ടെയ്നർ ട്രക്സിൽ കൂടുതൽ വെടിമരുന്നുകൾ, ആയുധങ്ങൾ ഇവയെല്ലാം ഹെസ്ബുള്ളയുടെ പൊസിഷൻസിനെ നോക്കി വരുന്നു എന്നുള്ള ഒരു ചാര വിവരം ഇസ്രായേലിന് ലഭിക്കുന്നു. ഈ സ്ഥലത്തും ചാരന്മാരുടെ സഹായമായിരുന്നു വളരെ പ്രധാനമായി ഉണ്ടായിരുന്നത്. ഈ വിവരം ഇസ്രായേലിന് കിട്ടിയ ഉടനെ ഇസ്രായേൽ അവരുടെ അടുത്ത ഘട്ട ആക്രമണം ഈ സ്ഥലത്ത് സിറിയയിൽ ചെയ്യാൻ തുടങ്ങി. അകത്തേക്ക് വന്ന 11 ട്രക്സിനെ മുഴുവനും നശിപ്പിച്ചു. ഹിസ്ബുള്ളയ്ക്ക് സപ്പോർട്ടായ വെപ്പൺസ് കൊണ്ടുവന്ന ആ 11 ട്രക്സും കത്തി നശിച്ചു. കൂടാതെ ഈ ആയുധങ്ങൾ ഏത് സ്ഥലത്ത് നിന്ന് വരുന്നു എന്നുള്ളതും കണ്ടുപിടിക്കണം. അകത്തേക്ക് വരുന്ന ട്രക്സിനെ നശിപ്പിച്ചാൽ ആ ഒരു വഴി മാത്രമേ നമ്മൾ അടച്ചതുപോലെ ആവുകയുള്ളൂ. ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആയുധം കൂടുതൽ ഏത് സ്ഥലത്ത് നിന്നാണോ വരുന്നത് അവയെല്ലാം കണ്ടുപിടിച്ചാൽ മാത്രമേ ഇസ്രായേലിന് ആ സ്ഥലത്തെ നശിപ്പിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ അകത്തേക്ക് വരുന്ന ആയുധങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ആ പ്രധാനപ്പെട്ട സ്ഥലത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ ആ സ്ഥലത്തെ ലക്ഷ്യമിട്ട് നശിപ്പിക്കണം എന്നതിനായി ഇസ്രായേൽ അതിനുള്ള കോർഡിനേറ്റ്സും വാങ്ങുന്നു. അങ്ങനെ കോർഡിനേറ്റ്സ് വാങ്ങി ഇസ്രായേൽ സിറിയയിൽ പല ഭാഗങ്ങളിൽ ആക്രമണം നടത്തി. സിറിയയുടെ ഹോംസ് ഭാഗത്തെ ചുറ്റിയുള്ള 3 സ്ഥലങ്ങളെ ആക്രമിച്ചു. ഈ 3 സ്ഥലങ്ങളിൽ നിന്നാണ് ഈ 11 ട്രക്സ് വഴി ഹെസ്ബുള്ളയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ ബെക്ക വാലി വഴി സദൺ ലെബനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തത്. ഈ അകത്തേക്ക് വന്ന ട്രക്സിനെ നശിപ്പിച്ചു. അതുകൂടാതെ ആയുധങ്ങൾ അയച്ച ഏത് സ്ഥലത്ത് നിന്നാണോ ആയുധങ്ങൾ നിർമ്മിച്ച് ഹിസ്ബുള്ളയ്ക്ക് അയച്ചത് ആ പ്രൊഡക്ഷൻ യൂണിറ്റിനെയും ഒറ്റ ദിവസത്തിൽ ഒരു എയർ സ്ട്രൈക്ക് വഴി ഇസ്രായേൽ നശിപ്പിച്ചു. ഇതിപ്പോ സിറിയയ്ക്ക് മാത്രമല്ല പ്രശ്നം, ഹിസ്ബുള്ളയ്ക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാരണം ഈ നോർത്തേൺ ഭാഗങ്ങളിൽ ഹെസ്ബുള്ളയുടെ ആക്രമണം എപ്പോഴും കൂടുതലായിരിക്കും. ഇപ്പൊ ഇസ്രായേൽ ഇങ്ങനെയൊരു നേതാവിനെ കൊന്നതിന് ശേഷം അവരുടെ ആക്രമണം പല മടങ്ങ് വർദ്ധിക്കും. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ എവിടെയെങ്കിലും ഒന്ന് കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കും. ഇങ്ങനെ അകത്തേക്ക് വരുന്ന ആയുധങ്ങളെ നശിപ്പിക്കുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് വീണ്ടും സമ്മർദ്ദം അധികമാകും. ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രിഎംപ്റ്റീവ് സ്ട്രൈക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഒരു കാലത്തും അവസാനിപ്പിക്കുകയില്ല. ഞങ്ങളിൽ ഒരാൾ ആക്രമണം നടത്തണം എന്ന് ചിന്തിക്കുമ്പോൾ ആ ആക്രമണം തടയാനായി ഞങ്ങൾ എന്തുകൊണ്ട് മുൻകൂട്ടി ഒരു ആക്രമണം നടത്തിക്കൂടാ എന്ന് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അവർ ന്യായീകരിക്കാൻ തുടങ്ങി. മറ്റൊരു ഭാഗത്ത് ഇറാൻ ഒരു അറിയിപ്പ് നൽകി. ഇസ്രായേലിന് എതിരെ ഇറാന്റെ ആക്രമണം തീർച്ചയായും ഉണ്ടാകും, അതെല്ലാവർക്കും അറിയാം. എന്നാൽ ഇറാന്റെ ഈ മിസൈൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഇറാന്റെ മിലിറ്ററി എക്യുപ്മെന്റ്സ് മൂവ് ആകുന്നത്, സൈനിക ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ട് ആകുന്നത് അവിടെയുള്ള ആളുകൾ കാണുകയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുത്. അങ്ങനെ ഷെയർ ചെയ്യുന്നത് വഴി ചില സെൻസിറ്റീവായ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശത്രുക്കൾക്ക് ലഭിക്കാനിടയാകും. അതിനാൽ ഇക്കാര്യം ആരും ചെയ്യരുത് എന്ന് ഇപ്പോൾ ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രോ ഇറാൻ ചാനൽസ് ആയാലും അല്ലെങ്കിൽ പ്രോ ഇസ്രായേൽ ചാനൽസ് ആയാലും എല്ലാവരും ഒരു കാര്യം പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇറാൻ റിട്ടാലിയേഷന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവരതെങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് മുഴുവൻ ലോകവും പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിന് സപ്പോർട്ടായി ഒരുപാട് നാടുകൾ വരാൻ തുടങ്ങി. ജോർദാനിലും ഇസ്രായേലിന് സപ്പോർട്ടായി ഒരുപാട് പ്രതിഷേധം നടക്കാൻ തുടങ്ങി. ജോർദാൻ ഗവൺമെന്റിനെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് എതിരെ വരുന്ന മിസൈൽ ആക്രമണം നിങ്ങൾ തടയണം എന്നുള്ള ഒരു സ്വരവും ജോർദാനിൽ ഉയരാൻ തുടങ്ങി. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.